Happy birthday, little girl. Thank you, uncle. Okay. Oh. Hello. Happy birthday, Chiku. Thank you. Happy birthday to you. മുത്തശ്ശി മുത്തശ്ശി വാസുദേവ ഓ അയ്യോ എന്താ വാസുദേവ ഞാനിത് എടുത്തോണ്ടിരുന്നപ്പോ കൈ തട്ടി വീണതാ. സാറില്ല, ഞാൻ പറക്കട്ടെ, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടു കൊടുത്തോളാം. ഇതെല്ലാം പെറുക്കിക്കളാ. എന്ത് തൃതൃതി സൂക്ഷിച്ച് ചെയ്തൂടെ? ഓ ശരി ശരി. ഇതേതായാലും ഒരു സുഖമുള്ള ഏർപ്പാടാ. ഇത്തരം ഗെറ്റുഗദർ റുട്ടീനാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൂ, പക്ഷെ വിളിച്ചാലും സാറ് വരില്ലല്ലോ. സമയം കിട്ടാത്തതുകൊണ്ടാടോ. എന്നിട്ടും എല്ലാ എൻഗേജ്മെന്റ്സും മാറ്റിവെച്ച് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഒരു പുതിയ തുടക്കത്തിന് സാക്ഷിയാകാനാണ്. അല്ലേ രാജു? വാസുദേവ, അല്ല, ഞാനിത് എടുത്തോണ്ട് അറിയാതെ വീണ് പൊട്ടിപ്പോയതാ. ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ. എല്ലാം റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്താ വാസുദേവന് പെട്ടെന്നൊരു ടെൻഷൻ? ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയതാ. ഇപ്പോഴോ? അല്ല, ഇപ്പൊ വെച്ചാൽ ഞാൻ ഇത്രയും പേര് ഫംഗ്ഷൻ ഒരുമിച്ചുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. MD കൂടി കണ്ടപ്പോ ഫുഡൊക്കെ നന്നാവും പ്രതീക്ഷിച്ചപ്പോ ടെൻഷൻ. ഓക്കെ പ്ലേറ്റ്സ് ഒക്കെ കഴുകി നീറ്റാക്കി വെച്ചോളൂ. ഞാൻ അവരെ വിളിക്കാം കേട്ടോ. വേഗം വേണം. ഹലോ അളിയ, ഞാനാ. ആകെ കുഴപ്പമായി. MD മറ്റും ഡിന്നറിന് വന്നിട്ടുണ്ട്. യോ, എന്നെ തിരിച്ചറിയാത്ത വിധം ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. ഇനി അങ്ങോട്ട് കയറി ചെന്ന എന്റെ കള്ളി വെളിച്ചത്താവുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ മുങ്ങാൻ പോവാ. അയ്യോ, നീ മുങ്ങരുത്. സാറമ്മച്ചെടുത്തോട് ഉത്തരം പറയേണ്ടത് ഞാനാ. ഓ, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. സംഗതി പൊളിയെന്നുള്ളത് ഉറപ്പായി. നീ ഒരു കാര്യം ചെയ്, അവിടുത്തെ നമ്പർ ഇങ്ങോട്ട് താ. ഇത് പബ്ലിക് പൂത്ത നമ്പർ ഇല്ല. വീട്ടിലെയോ? വീട്ടില് 69505. ഓക്കെ. ഹലോ, യെസ്, വിളിക്കാം. സർ, ഒരു കോളുണ്ട്. വാസുദേവൻ. എന്താ ഇത്? മദ്രാസിൽ നിന്ന് ഒരു എസ്റ്റഡിയാ, കട്ടായി പോയി. സോറി സർ. ഓ, ഹലോ, യെസ്, നമ്പ്യാർ ഹോൾഡിംഗ്. ഞാൻ മദ്രാസിൽ നിന്ന് ഡാനിയലാണ്. ഒരു അർജന്റ് മെസ്സേജ് പറയാനുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾ ആരാണ്? ഏത് ഡാനിയലാണ്? എന്റെ കർത്താവ്, എന്നെ മനസ്സിലായില്ലയോ? ഡാനിയൽ, സെറാമിക്സ് ഇന്ത്യയിലെയാ. തോപ്പമ്പടി മറിയാമ്മയുടെ മോനാ. ഓഫീസിൽ വിളിച്ചപ്പോ പറഞ്ഞു വീട്ടിലാണെന്ന്, വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞു ഓഫീസിലാണെന്ന്. ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. നിങ്ങൾ ആരാ? സോറി, ഫ്രൈഡ് റൈസ്. ഓ, സോറി. ടർച്ചി തുറച്ചോളൂ പ്ലീസ്, തുറച്ചോളൂ. എന്താ ചേച്ചി? ചേച്ചി കഴിക്കാം. പ്ലീസ്. എന്താ പറഞ്ഞ? ബട്ടർ നാൻ സെർവ് ഇറ്റ് പ്ലീസ്. അപ്പോഴേ വീട്ടിൽ വിളിച്ചപ്പോ ഒരു സ്ത്രീയാണ് അറ്റൻഡ് ചെയ്തത്.
വൈഫാണെന്ന് എനിക്ക് തോന്നി. വൈഫിനെ കൂടാതെ ഒറ്റയ്ക്ക് ഡിന്നറാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നാ ഫോൺ നമ്പറെങ്കിലും കൊടുത്തിട്ട് പോണ്ടേ? ചുമയാ, മഴയായതുകൊണ്ടേ കള്ളാ. ഇപ്പോഴും പഴയ ചിക്കൻ ലൈൻ വിട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തായി പറയുന്നേ? ഒന്ന് കളിക്കട്ടെ. One second, please. വാസുദേവൻ, ഇത് സർവ് ചെയ്തിട്ട് അത് സർവ് ചെയ്യാം. ഫസ്റ്റ് നൂഡിൽസ്. നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഇങ്ങനെ ഒരു ഡാനിയലിനെ പറ്റി എനിക്ക് അറിയില്ല. ഹലോ, എന്നെ ഇനിയും മനസ്സിലായില്ലയോ? ഞാൻ സെറാമിക്സ് ഇന്ത്യയിലെ PK ഡാനിയലാണ്. ഹലോ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. കൊപ്ര എക്സ്പോർട്ടർ RK നമ്പ്യാർ തന്നെ അല്ലയോ? അല്ല, ഞാൻ ബിൽഡേഴ്സ് ഇന്ത്യയിലെ KK നമ്പ്യാർ. KK നമ്പ്യാരാണോ? ഓക്കെ നമ്പ്യാർ. ഏതോ ഒരു ഡാനിയൽ പ്രാന്തൻ. ഞാൻ കൊപ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണത്. അനു, എനിക്കിഷ്ടായി. നല്ല അടക്കം ഒതുക്കമുള്ള പയ്യൻ. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കാതെ കാര്യങ്ങൾ വേഗം ഒന്ന് നടത്തണം. വീട്ടുകാരും കേട്ടൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ കറിയാച്ചനോട് പറയാം. ദേ കക്ഷിയോടെ കാത്തിരുന്ന് മുഷിയ. ഇത്രയും നേരം ആളും ബഹളമൊക്കെ ആയിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അനു അങ്ങോട്ട് ചെല്ലുന്നേ. ഞാൻ ഇറങ്ങാ. ഞാൻ പോവാ. നേരം ഒത്തിരി വൈകി. വരട്ടെ. ഈ രാജുവിന്റെ ഒരു കാര്യം. എന്നിട്ട് എന്തായി? എന്നിട്ടെന്താവാൻ, ചമ്മി തിരിഞ്ഞ്. അയ്യോ, പിന്നെ ഒരു കണക്കിന് പറഞ്ഞു വിട്ടു. വാസുദേവ, വാസുദേവൻ പൊയ്ക്കോളൂ. ഏയ്, ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നല്ലേ? ബാക്കിയൊക്കെ നാളെ ചെയ്താ മതി. അയ്യോ മാഡം, ഇതൊക്കെ എങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ? വാസുദേവൻ പൊയ്ക്കോളൂന്നേ. അയ്യോ, ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്യാ? ഞാൻ ഹലോ, നീ വന്നേ. എന്നാ ഇത് വെച്ചോളൂ. വാസുദേവൻ പോയില്ലേ? നാളെ ഇത്തിരി വൈകി വന്നാലും മതി. മാഡം, ഞാൻ ഓ, കഷ്ടം. ഇങ്ങനെയുണ്ടാവോ മനുഷ്യര്? പാവം. ആഹാ, താൻ പോവായോ? എല്ലാം കഴിഞ്ഞോടോ? കഴിഞ്ഞു. എന്നാലും ഒന്ന് പോയി നോക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ആഹാ, രാജു, താൻ എന്താടോ ഇവിടെ? ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ പാർട്ടി. ചിക്കുന്റെ അല്ലേ? ഞാനും അവിടേക്കാ. കെന്നൽ ക്ലബിന്റെ ഡോഗ് ഷോയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. ഇനിയിപ്പോ ചെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലെങ്കിൽ വൈഫ് എന്നെ നിലത്ത് നിർത്തില്ല. വരട്ടെ. പിന്നെ ഇത്തവണത്തെ ഡോഗ് ഷോക്ക് ഞാനും ഉണ്ടാവും. ബാംഗ്ലൂർ പഴയതുപോലെ നമുക്കൊന്ന് കൂടണം കേട്ടോ. ഓക്കെ ഓക്കെ. വേണ്ട, ഇങ്ങടെ പോവാ, ആ നല്ലത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ നിന്റെ അത്ര വരിയോ എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ക്ലിയോപാട്രയുടെ കിളിച്ചുണ്ട മൂക്ക് കണ്ട് സീസർ ജീവിതം തൊലച്ചു. അതുപോലെ ആകരുത് പ്രകാശ് മാനോ.
ജാമ്പയ്ക്ക പോലുള്ളവള് പോയാൽ ആപ്പിള് പോലുള്ളവള് വരും. യു ഫോർഗെറ്റ് ഹർ. ചിയേഴ്സ്. പറയാൻ എളുപ്പമാ, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ലടാ. പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളിൽ നിന്ന് ഇത്തിരി ഇത്തിരി സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പെണ്ണിൽ നിന്ന് മുഴുവൻ സ്നേഹവും പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ നടാ. ആദ്യമൊക്കെ ഒരു തമാശയായിട്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ അവളുമായിട്ട് കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരുതരം ഫ്രസ്ട്രേഷൻ, ഈഗോ, പൊസീവ്നെസ് ഒക്കെ പറയില്ലേ, എന്തോ ഇപ്പൊ അവൾ ആരും നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. ആയിക്കോട്ടെ, ഇനി എന്താ പ്രയോജനം? അവള് കൈവിട്ടു പോയില്ലേ. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ബി പ്രാക്ടിക്കൽ മാൻ. ശരിയാണ്. പ്രകാശ് മേനോൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാസുദേവൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ചിക്കു, അവളെ ഞാൻ മറക്കണോ? ഈ കവളിൽ ചിക്കുവിന്റെ ഒരു മുത്തം കൂടി വേണം, വാസുദേവന്റെ ഓർമ്മയ്ക്ക്. അല്ലേലും ഇത് ഞാൻ ഇങ്ങനെയാ. ഒരു നല്ല കാര്യത്തിന് വിളിക്കുമ്പോ അപ്പ പോവും പട്ടിയുടെയും പൂച്ചയുടെയും പുറകെ. അനുക്കുട്ടി എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ? ആ, ഭാഗ്യമുള്ള കുട്ടി അനു. നല്ല പയ്യൻ. അവര് തമ്മിൽ നല്ല ചേർച്ച ഉണ്ട് കേട്ടോ. നീ ആരുടെ കാര്യമായി പറയണേ? നമ്മുടെ അനുക്കുട്ടിയുടെ. അവിടെ കല്യാണക്കാരിയൊക്കെ ഏതാണ്ട് ശരിയായി വരുന്നുണ്ട്. ആഹാ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, നന്നായി. ഏതാ പയ്യൻ? രാജു എന്നാ പേര്. ഡിന്നറിനുണ്ടായിരുന്നു. വന്നിരുന്നെങ്കിൽ കാണായിരുന്നില്ലേ? രാജുവോ? അതേന്നേ, അയാളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി അനുവാ നോക്കുന്നത്. അങ്ങനെയാ അടുപ്പം. എന്താ ഒരു അത്ഭുതം, നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടായി, പക്ഷേ രാജുവിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും ഇത് ഇഷ്ടാവോന്ന എന്റെ സംശയം. രാജുവിന് ഭാര്യയും കുട്ടിയോ? അതേടി സാറേ, കല്യാണം കഴിച്ച ഭാര്യ ഉണ്ടാവും. ആ കല്യാണം ദൈവനിശ്ചയാണെങ്കിൽ സന്തതി ഉണ്ടാവും. ഇത് രണ്ടും രാജുവിനുണ്ട്. കെട്ടിയ പെണ്ണ് ചത്തിട്ടുമില്ല. എന്തേ? എന്റെ മാതാവേ, ഞാൻ എന്നെ നടന്നേ കേൾക്കുന്നേ. മാതാവിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ അനുവിനെ വിളിച്ചിട്ട് കാര്യം പറ. കല്യാണം കഴിച്ചവർക്ക് അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടെന്താന്ന്. നിങ്ങൾ ഒരു അക്ഷരം സംസാരിക്കണ്ട. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് അനുവിനെ കിട്ടില്ല. എന്റെ കാര്യം പോട്ടെ, നിറപറയും നിലവിളക്കും സാക്ഷിയാക്കി താലി കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ? സ്വന്തം രക്തത്തിൽ പറന്ന് കുഞ്ഞിനെ പറ്റി ചിന്തിച്ചോ? യു ആർ എ ഡെവിൾ, ഡെവിൾ വിത്ത് ആൻ ഏഞ്ചൽസ് ഫേസ്. മാലാഖയുടെ മുഖമുള്ള ചെകുത്താനാണ് നിങ്ങൾ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓവർ സ്മാർട്ട് ആകണ്ട. ഈ നിമിഷം വരെ നിന്നെ പ്രേമിക്കുന്നോ കെട്ടി കൂടെ പൊറപ്പിക്കാമെന്നോ ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ഏതോ ഒരു നിമിഷത്തിൽ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നിനക്കറിയോ, ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. താലിയും മാലയും ചാർത്തിക്കൊണ്ടുപോയി അകത്തമ്മയാക്കുമെന്ന് നീ മോഹിച്ചു. രാജു, രാജു വാ, കാരിക്കര്. പെർമനന്റ് സെറ്റപ്പിനല്ല, ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അട്ടിച്ച് പള്ളിയാൻ തെറിപ്പിക്കും.